ഈ മൂടി വെച്ചേക്കുന്ന ഒരു ബീസിനെ തന്നെയാണ് നമ്മൾ. എന്നാലും M2 രക്ഷയില്ല ഗൈസ്. ജെൻഡർ റിവ്യൂലാണോ? ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ബൈക്കിൻ്റെ ഒരു റിവ്യൂ അല്ല, പക്ഷെ ഇന്നൊരു പുതിയൊരു റിവ്യൂലാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ ഒരു പുതിയൊരു ബൈക്ക് റിവീൽ ചെയ്യുമെന്ന് ഓൾറെഡി ഇവിടെ ഉണ്ട്. എന്നാലും ഇതൊരു പുതുമയേറിയ ബൈക്കാണ്. ഈ ചുവപ്പ് ക്ലോത്തിൻ്റെ അടിയിൽ ഒരു ബീസിനെ തന്നെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് റിവ്യൂവിന് ശേഷം ചെയ്ത് നോക്കാം. അതിന് മുന്നേ നമുക്ക് സൂപ്പർ ലെജറിനകത്ത് ഏതൊക്കെ ബൈക്സാണ് ഉള്ളത് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഹോണ്ടയുടെ CBR 650F ആണെന്ന് തോന്നുന്നു. സെറാമിക് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. തമിഴ്നാട് രജിസ്ട്രേഷനാണ്. ഇതൊരു സെയിലിന് വേണ്ടി വെച്ചേക്കുന്ന ബൈക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം അങ്ങോട്ടൊന്നും കയറി പോകുന്നില്ല. ഓഫ്കോഴ്സ് നിങ്ങൾക്ക് CBR അറിയാം. വേറെ നോക്കുമ്പോൾ വൈസർ ജസ്റ്റ് നോക്കിയുടെ ബ്രീത്തിങ്ങിന് പോകണം. വേറെ നോക്കുമ്പോൾ നമ്മുടെ ഡുക്കാട്ടിയുടെ സ്ട്രീറ്റ് ഫൈറ്റർ V4 ഉണ്ട്. ഐ തിങ്ക് ഇത് ലേറ്റസ്റ്റ് വേർഷനാണ്, ബിക്കോസ് ഇതിന് വിങ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഡുക്കാട്ടിയുടെ പാർട്സൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ഇത് കംപ്ലീറ്റ്ലി ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ബൈക്കാണ്. കഴിഞ്ഞ തവണ നമ്മൾ കൊച്ചിയിൽ നമ്മുടെ KTM 3090യുടെ ലോഞ്ചിൻ്റെ അന്നും നമ്മൾ ഡുക്കാട്ടിയുടെ പാനികലയല്ല സ്ട്രീറ്റ് ഫൈറ്റർ V4 കണ്ടായിരുന്നു. ഏതാ മുതലും നോക്കണം. ഇത് സിംഗിൾ സൈഡ് സ്വിങ്ങാമല്ലേ? ഇപ്പോൾ പുതുതായിട്ട് വന്നതിൽ നമുക്ക് ഡബിൾ സൈഡ് സ്വിങ്ങാമുണ്ട്. പക്ഷേ ഈ സിംഗിൾ സൈഡ് സ്വിങ്ങാമ് കാണാൻ തന്നെ ഒരു പ്രത്യേകത തന്നെയാണ്. ഓ മൈ ഗാഡ്, ഡുക്കാട്ടി, ദ റെഡ് ഡുക്കാട്ടി. ഒരു രക്ഷയില്ല. എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ഡാമ്പറൊക്കെ ഉണ്ട്. ഓ മൈ ഗോഡ്, ഒരു റെഡ് ചെറി പോലെ തന്നെയാണ് നമ്മുടെ ഈ ഡുക്കാട്ടി. സിംഗിൾ സൈഡ് സ്വിങ്ങാമ് കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. ഓക്കെ, ഇത് രണ്ടുമാണ് ഇപ്പോൾ അകത്തുള്ള. പിന്നെ കസ്റ്റമേഴ്സ്, അതായത് റിവ്യൂവിന് വേണ്ടി കാണാമെന്നുള്ള ആൾക്കാരുടെ ബൈക്ക് നമുക്കൊന്ന് ചെക്കൗട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പുറകെ ഇറങ്ങിയാൽ കാണാം ഇവിടെ സെറാമിക് കോട്ടിങ് പരിപാടികളൊക്കെയാണ് നടക്കുന്നത്. പിന്നെ ഇത് കൂടാണ്ട് തന്നെ നമ്മുടെ റിവ്യൂവിൽ കാണാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരുടെ ബൈക്ക് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യേണ്ടത്. ഇത് ഡുക്കാട്ടിയുടെ സ്ക്രാംബ്ലർ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ കവാസാക്കിയുടെ ISRX 10R ഉണ്ട്. ദ ഓൾഡ് വേർഷൻ വിച്ച് ഓഫ് കോഴ്സ് ഐ ലൈക്ക്. ഇത് കഴിഞ്ഞ KTMൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ വേർഷനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, പുതിയ 10R കാട്ടി. പിന്നെ അവിടെ ഒരു ഡുക്കാട്ടിയിൽ 959 ആണെന്ന് തോന്നുന്നു. യെസ്, ആ ടെയിൽ ലൈറ്റ് കണ്ടിട്ട് 959 യെസ്, ഡുക്കാട്ടിയിൽ ഒരു 959 ഉണ്ട്. എന്തോ ഒരു ബൈക്ക് പാരഡൈസ് എന്ന് പറയുന്ന പോലെ കാണാം. ഇവിടെ അത്യാവശ്യം കുറച്ച് ബൈക്സൊക്കെ ഉണ്ട്. 959ൻ്റെ കീ ഉണ്ട്. ജസ്റ്റ് ഒന്ന് മീറ്റർ കൺസോൾ നോക്കാം. ഓ, ഡിജിറ്റൽ മീറ്റർ കൺസോളോ, നെഗറ്റീവ് ഡിസ്പ്ലേ ഉള്ള, കൊള്ളാം. ഇതൊക്കെ കംപ്ലീറ്റ്ലി ഒരു ട്രാക്ക് ഓറിയൻറ്റഡ് ബൈക്കാണ്. ഒരു ട്വിൻ സിലിണ്ടർ ബൈക്കാണ്. പക്ക ട്രാക്ക് ഓറിയൻറ്റഡ്. റോഡിന് വേണ്ടിയിട്ടേ ഉള്ളതല്ല, റോഡിന് വേണ്ടി എടുത്തുകൊണ്ട് പോയാൽ തോടെയൊക്കെ കരിഞ്ഞ് റെഡിയായി കിട്ടുന്നൊരു ബൈക്കാണ്. ഡുക്കാട്ടി പാനികാലയ 959. ഏതാ കളർ? ആ കളറൊക്കെ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ ഒരു പ്രത്യേക ഭംഗി തന്നെ കാണാൻ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ റെഡ് ക്ലോത്തിൻ്റെ അകത്തുള്ള ബൈക്ക് ഏതെന്ന് കാണണ്ടേ? റിവീൽ ജസ്റ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാതെ നമുക്ക് ഉടനെ തന്നെ കാണാം. ഇത് റിവീലിന് മുന്നേ ഉള്ള ഒരു പരിപാടിയാണ്. പുള്ളിക്കാരനാണ് ബൈക്ക് റിവീൽ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കാണാമായിരിക്കും. ജെൻഡർ റിവീലാണോ? ബ്ലൂ ഒക്കെ വെച്ച്. ഓ, 2023 സുസുക്കി ഹയാബുസ. ഓ, M2. എൻ്റെ മോനെ, BMW M2. ഒരു ഷോ സ്റ്റീലർ എന്ന പോലെ ലാസ്റ്റ് BMW M2 വന്ന് കയറിയിട്ടുണ്ട്. റൈഡോഗ്രാം സ്റ്റോറീസ് പുള്ളിക്കാരനാണ് കീ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇല്ലെങ്കിൽ ജസ്റ്റ് ചാനൽ ചെക്കൗട്ട് ചെയ്താൽ മതി. ആ ബീസിനെ ഒന്ന് അവേക്കിങ് ചെയ്യാൻ പോവുകയാണ്. ഓ മൈ ഗാഡ്, ഫൈനലി റെസ്റ്റിങ്ങിലായിരുന്ന ബീസിനെ നമ്മൾ ഉണർത്തുവാൻ പോവുകയാണ് ഗൈസ്. എല്ലാവരും സ്വീറ്റ് മെലഡി ലൈവ് പറയേണ്ടി തന്നെ സ്വീറ്റ് മെലഡി ജസ്റ്റ് ഒന്ന് കേൾക്കാം. നല്ല സ്വീറ്റ് സൗണ്ടിങ് ആണ്. കേക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ ബൈക്കൊന്ന് ചെക്കൗട്ട് ചെയ്യാം. ഐ തിങ്ക് ഈ ഒരു വെട്ടത്തിലും ലൈറ്റിങ്ങിൽ ഗോപ്രോ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓൾമോസ്റ്റ് 6 മണിയായി. എന്നാലും ബൈക്ക് ചെക്കൗട്ട് ചെയ്യാം. കംപ്ലീറ്റ്ലി വരുന്ന ഗ്ലോസി ബ്ലാക്ക്, പിന്നെ ഒരു ചെറിയൊരു സിൽവർ
കോട്ടിങ്, ഐ മീൻ ഒരു സിൽവർ ക്രോം ഫിനിഷ് പോലെയൊക്കെ വരുന്നുണ്ട്. 6-ഇഞ്ചിയുടെ ഫ്രെയിം സ്ലൈഡേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, ഫോക്ക് പ്രൊട്ടക്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ ബ്രെംബോയുടെ ബ്രേക്സ്, ഐ തിങ്ക് 320mm ഫ്രണ്ട് സൈഡ് ബ്രേക്സാണ് വരുന്നത്. റേസ് സൈഡും പ്രൊട്ടക്റ്റേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈവൻ ദോ ഇത് കംപ്ലീറ്റ്ലി ഒരു ന്യൂ ബൈക്ക് പോലെയാണെങ്കിലും കുറച്ച് അത് ആക്സസറീസൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ BMW M2 സ്റ്റാർട്ട് ചെയ്ത സൗണ്ടാണ്. വേറെ നോക്കുമ്പോൾ സുസുക്കിയുടെ ബാഡ്ജിങ്, ഇത് ഇലക്ട്രോണിക്കൽ അഡ്ജസ്റ്റബിൾ അല്ല, ഇത് മാനുവലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ്. നല്ല അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻസാണ് കിട്ടുന്നത്. ആ ഒരു ഡിജിറ്റൽ അനലോഗ് മിക്സ്ചറോട് കൂടിയ ആ ഒരു മീറ്റർ കൺസോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. ഐ മീൻ ജസ്റ്റ് ഒന്ന് കീ ഓൺ ചെയ്ത് കാണിക്കാം, സ്റ്റാർട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ഓ മൈ ഗോഡ്, ഒരു കോക്ക് ഐ മീൻ ഒരു പൈലറ്റിന് കിട്ടുന്ന ഒരു ഫീലായിരിക്കും ഇത് റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പറ്റില്ല, BMW സ്റ്റാർട്ട് ചെയ്ത രീതിക്ക് ഇതിനെ നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഐ എം എ BMW ഡൈഹാർഡ് ഫാൻ, ഒരു BMW ഫാൻ ബോയ് ആണ്, എസ്പെഷ്യലി M സീരീസിൻ്റെ. പുള്ളിക്കാരനാണ് ബൈക്കിൻ്റെ ഓണർ. ഇതിപ്പോൾ ഹസാർഡ് ലൈറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓ മൈ ഗോഡ്, ഒരു എന്തുവാ പറയുക, ഒരു ബൈക്ക് എന്നതിലുപരി ഒരു മിനി ഓട്ടോ പോലെ അത്രമാത്രം സൈസ് ഉണ്ട്. പക്ഷേ ഓട്ടിച്ചു തുടങ്ങുമ്പോൾ ഈ നമ്മൾ വിചാരിക്കുന്നത് എയറോഡൈനാമികയെ അഫക്റ്റ് ചെയ്യുമെന്ന്. നോ വേ, ഇത് കംപ്ലീറ്റ്ലി എന്തുവാ പറയുക, എയറിനെ കട്ട് ചെയ്ത് സ്മൂത്തായി പോകാൻ കഴിക്കുന്ന രീതിയിലാണ് ഇത് കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്തേക്കുന്നത്. ബൈക്ക് എന്തായാലും ഓട്ടിക്കാനുള്ള ഒരു അവസരം ഇന്ന് കിട്ടത്തേ ഇല്ല. എൻ്റെ ഹസാർഡ് ലൈറ്റ്സ് കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തേക്കാം. ഹസാർഡ് ലൈറ്റ്സ് ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ M2 പാർക്ക് ചെയ്യുവാണോ? ഓക്കെ, M2 സൈഡിലോട്ട് പാർക്ക് ചെയ്തേക്കുവാണ്. ഓ മൈ ഗോഡ്, നിങ്ങൾ നേരത്തെ എക്സോ സൗണ്ട് കേട്ടിട്ടുണ്ടാവും. ഇത് കംപ്ലീറ്റ്ലി സട്ടിൽ സൗണ്ടാണ്, ബിക്കോസ് ഇത് ഒരു ഇൻലൈൻ 4 ആണ് ഫസ്റ്റ് തിങ്. പിന്നെ എക്സോസ്റ്റൊന്നും ആഡ് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ്ലി സ്റ്റോക്ക് എക്സോസ്റ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, കേട്ടല്ലോ, കംപ്ലീറ്റ്ലി സട്ടിൽ സൗണ്ടാണ്. അങ്ങനെ ഭയങ്കര വലിയ സൗണ്ട് എഫക്റ്റ് ഒന്നും കിട്ടില്ല. ഐ മീൻ ഒരു ലുക്ക് വൈസിനുള്ളൊരു സൗണ്ട് കിട്ടില്ല. പക്ഷേ അത് ഓട്ടിച്ച് തുടങ്ങുമ്പോൾ ലുക്ക് വൈസും കൊണ്ടങ്ങ് പോകും. ഐ മീൻ നമ്മളെ പേടിപ്പിക്കുന്ന പവറൊക്കെ ഉണ്ട്. ഇത് സൈസ് വെച്ച് ഇത് ലൈക്ക് കുറച്ച് സ്പീഡേ കയറുമോ എന്നുള്ളതൊക്കെ വിചാരം ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി തെറ്റാണ്. ചെറുതായിട്ടൊന്ന് ത്രോട്ടിൽ കൊടുക്കാം. എത്ര RPM വരെയാ? ലൈക്ക് 10,500 RPM, ഓൾമോസ്റ്റ് 11,000 RPM എൻ്റെ റെഡ് ലൈൻ വരുന്നത്. ഓ മൈ ഗോഡ്, ഇപ്പോൾ നോക്കിക്കോ, കംപ്ലീറ്റ് സൈലൻസ് ആണ്, കംപ്ലീറ്റ് സൈലൻസ്. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇത് കാണാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് നമ്മളിന്ന് വീട്ടിൽ നിന്ന് ഈ ടൈമിങ് വന്നത്, നമ്മുടെ സുസുക്കിയുടെ ആ റിവ്യൂല് കാണാം. ഇത് മാത്രമല്ല, നമുക്കിന്ന് CBRൻ്റെ 650F കാണാൻ പറ്റി. പിന്നെ നമ്മുടെ CBRൻ്റെ 650R വിത്ത് ആക്രോപവിക്, രണ്ടും ആക്രോപവിക്കാണുള്ളത്. പിന്നെ ഡുക്കാട്ടിയുടെ സ്ട്രീറ്റ് ഫൈറ്റർ V4 ബാക്കിലിരിക്കുന്ന സ്ക്രാംബ്ലർ, പിന്നെ 959 ISX 10R, പിന്നെ നമ്മുടെ ഷോ സ്റ്റോപ്പർ അല്ലെങ്കിൽ ഷോ സ്റ്റീൽ ചെയ്ത് നമ്മുടെ ഡുക്കാട്ടിയുടെ ഏതോ BMW M2 കൂടെ ഉണ്ട്. ഇതും കൂടെ ആയപ്പോൾ ഇന്നത്തെ ദിവസം എനിക്കൊന്ന് ഉഷാറാകാനായിട്ടുണ്ട്. വൺ ഡേ M2 ആണെന്നും അറിയില്ല, ബട്ട് ഐ എം എ M4 ഫാൻ. എന്നാലും M2 രക്ഷയില്ല ഗൈസ്. ഏതാ മുതൽ നോക്കുന്നത്? എന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല, ചുമ്മാ അങ്ങ് വരുമല്ലോ ഫ്രണ്ടിലോട്ട്. ഓക്കെ ഗൈസ്, അതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് നിൽക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.